ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ദൈവം തൊട്ട വ്യക്തിയാണോ ഞാൻ? എനിക്ക് എന്താണ് അതിൽ നിന്നും അടയാളങ്ങൾ കണ്ടെത്താൻ സാധിക്കുക? ഞാൻ തുടർന്ന് എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത്? അതാണ് നമ്മളിന്ന് വിഷയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ആൾക്കൂട്ടത്തിൽ നിന്നും തനിയെ അവർ മാറി മാറി നിൽക്കും. നാം പോലും അറിയാത്ത, നമ്മൾ പോലും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ചില കാര്യങ്ങൾ ലോകം, അതായത് ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ നമ്മെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തും. അത് ദൈവം അറിഞ്ഞിട്ടാണെന്നും ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും ദൈവത്തിന് എന്നെ ആവശ്യമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പം ഇത്തരത്തിലുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ് സഹനത്തെ അച്ചടക്കത്തിനുള്ള ഒരു ശിക്ഷണമായിട്ട് നമ്മൾ കാണണം. നമുക്ക് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ മാറി 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 ഡ്രസ്സുകൾ ധരിക്കുക, ടൂറ് പോവുക, കാണുന്ന സിനിമ, സീരിയലുകൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ മുഴുവൻ വേണം എനിക്ക്, ദൈവത്തിന് വേണം എന്ന് വിചാരിച്ചാൽ കിട്ടില്ല മക്കളെ. പല വിശുദ്ധരും ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മലമുകളിലേക്കും പാറക്കെട്ടുകളിലേക്കും മാറിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകാന്തതയാണ് ദൈവത്തെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ വഴി. അതിന് ചില വ്യക്തികൾ ചിലപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും, നമ്മളോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ വിലയേറിയ സമയം അവർ കട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരെ ഓടിച്ചു വിടണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ സമയം മുഴുവനും നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരണം. 2, ഒരിക്കൽ നമുക്ക് ദർശനം തന്ന് വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് ദർശനം കിട്ടിക്കൊള്ളണം എന്നില്ല. കർത്താവ് പോലും എത്രയോ പ്രാവശ്യം, നീ തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ദർശനം കിട്ടി നമ്മെ വിശ്വാസത്തിലൂടെ കൈപിടിച്ച് കൊണ്ടുവന്നെങ്കിൽ നന്ദിയല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. കിട്ടിയ ദർശനം നിധി പോലെ സൂക്ഷിച്ച് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നന്ദി പറഞ്ഞും ആരാധിച്ചും മുൻപോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളോട്, പല പ്രാവശ്യം അത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടായിരിക്കാം, അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ആ തുടക്ക കാലങ്ങളിൽ അമ്മയും യേശു ഒക്കെ ദർശനങ്ങൾ തന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ലേ, യൂട്രസ് റിമൂവ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ 2 മലമുകളിൽ 2 രൂപങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഒരു മലയുടെ ഒരു ഭാഗത്ത് പരിശുദ്ധമ്മയുടെ അരക്കിന് മുകളിലുള്ള മരം കൊണ്ട് നിർമ്മിച്ച ഒരു രൂപം, മറുഭാഗത്ത് നിറയെ വിശുദ്ധര്. കൊച്ചുത്രേസ്യ പുണ്യവതിനെയാണ് ആദ്യം അവിടെ കണ്ടത്. ഇന്നും എൻ്റെ പ്രാർത്ഥനാ ഹാളിൽ ആദ്യം വെച്ചിരിക്കുന്നത് ഞാൻ കൊച്ചുത്രേസ്യ പുണ്യവതിനെയാണ്. ഫ്രാൻസിസ് അസീസി, ഫ്രാൻസിസ് സേവിയർ, കൊച്ചുത്രേസ്യ പുണ്യവതി, അൽഫോൻസാമ്മ, ഇപ്രാവശ്യം മന്നവൻ പുണ്യവതി, സെബസ്ത്യാനോസ് പുണ്യാളൻ, യൂദാസ്ലീഹ, ചാവറ പിതാവ്, ഗീവർഗീസ് പുണ്യാളൻ, അന്തോണിസ് പുണ്യാളൻ കണ്ടു. ഇവരോടൊക്കെ ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നതാ. ഇവര് മുഴുവൻ നിരനിരയായിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. മലയുടെ വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് പരിശുദ്ധമ്മയുടെ അരക്കിന് മുകളിൽ മരം കൊണ്ട് അമ്മയുടെ ഒരു രൂപം കാണുന്ന ഒരു പ്രതിമ. എന്നിട്ട് എന്നെ ഇങ്ങനെ മുള്ളും കൂട്ടത്തിലേക്ക് എന്നെ നഗ്നയാക്കിക്കൊണ്ട് പിശാചു വലിച്ചെറിയാണ്. ഞാൻ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ടേബിളിൽ കിടക്കുകയാണ്. അപ്പോൾ സാത്താൻ, എനിക്കെങ്കിൽ ഷുഗറാണെന്ന് കൺഫേം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞാൻ ആകപ്പാട് മരണത്തിൻ്റെ വക്രതയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഈ സാത്താന്മാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ഇത് രണ്ടും നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ ഈ നിമിഷം വിട്ടുതരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. എന്തോ അവസാന നാളുകളിൽ വ്യാജപ്രവാചകന്മാർ, അവസാന നാളുകളിൽ ഇപ്പോഴേ കുറേ പേര് പൊന്തി വരുന്നു. ഞാനൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. അപ്പം എൻ്റെ മക്കളോട് പറഞ്ഞു വരുന്നത്, പലരും നിങ്ങളെ പല രീതിയിലും കൺഫ്യൂസ് ചെയ്തേക്കാം.
അത് മുഴുവൻ നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ സഭയിലെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞ് പല രീതിയിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. തെറ്റാണ് പറയുന്നത്. കാരണം ഈ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞു, ഒരു ഫോട്ടോ ബാത്റൂമിൽ ഇരിക്കുന്നത് ഞാനതെടുത്ത് ഇപ്പറേക്ക് മാറ്റി വെക്കുന്നു. ഞാൻ കണ്ട ചിത്രമാണത്. ആ ഫോട്ടോയ്ക്കാണ് ഇന്ന് എൻ്റെ വീട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പരിശുദ്ധമ്മ ഇതുപോലെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞൊരു ദേവാലയം, ആ ദേവാലയത്തിൽ അമ്മയുടെ വലിയൊരു രൂപം ഞാൻ കാണുകയാണ്. ആ രൂപത്തിൽ നിന്നാണ് അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിൽ കർമ്മല മാതാവ് ഉണ്ണീശോയും പിടിച്ചുകൊണ്ട്, വെന്തിങ്ങെ പിടിച്ചുകൊണ്ട് എൻ്റെ മുൻപിലേക്ക് വന്നിട്ട്, മോളെ ഇന്ന് എൻ്റെ പിറന്നാളാണ്, പള്ളിയിൽ പോകാനാണ് പറഞ്ഞത്. വേളാങ്കണ്ണി പോയിട്ട് അമ്മയെ കണ്ടിരിക്കുന്നത്, അമ്മയുടെ വിവിധ രൂപങ്ങൾ കണ്ടിരിക്കുന്നത്, മെഡ്ജുഗൂറി അമ്മയെ കണ്ടിരിക്കുന്നത്, പിന്നെ ലൂർദ് മാതാവിനെ കണ്ടിരിക്കുന്നത് ഒക്കെ ഞാൻ പല പ്രാവശ്യം പല ടോക്കുകളിലായിട്ട്, ഇപ്പൊ 835 മറ്റോ ടോക്കായി എന്ന് തോന്നണോ വീഡിയോസ്. അത്രയും ഇതിന് ഞാനിത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയണ, സഭ എന്ന് പറയുന്നത്, അത് ഞാനിപ്പോൾ ഇത് പറയാൻ വിചാരിച്ച ടോക്കല്ല പറയണത്, അതിൻ്റെ ഇടയിൽ വേറൊന്ന് കയറി പറയണ ഞാൻ. സഭ എന്ന് പറയുന്നത് മൂന്ന് സ്ഥലമാണ്. 3 സ്ഥലം. അത് ഒന്ന് ഏറ്റവും മുകളില്, അത് വിജയസഭയാണ്. ഈ ലോകത്തിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന സഹനങ്ങള് ഇവിടെ വെച്ച് നമ്മെ കഴുകുന്നതാണ്. അത് അവിടെ വിജയം വരിച്ചവരാണ് സ്വർഗത്തിൽ ചെന്ന് ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. വിജയസഭ അവർ വിജയം വരിച്ചു കഴിഞ്ഞു. അവരവിടെ വിശുദ്ധര്, മാലാഖമാര് അനവരതം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വിഭാഗത്തെയാണ് നാം കാണുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിൽ മരിച്ചു പോയിട്ട് കിടക്കുന്നവര്. അവര് സഹനം അനുഭവിക്കുന്നവരാ. അവർക്ക് സ്വയമേ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നാം പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയിട്ട്. അവര് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് വഴി കാണിച്ചു തരും, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കവര്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഭാഗമാണ് സമരസഭ. അത് നമ്മളാണ്, ഈ ലോകത്തില് ക്രിസ്തുവിനെ സ്വന്തമാക്കിയ മക്കള്. അവര് ലോകം, പിശാച്, ശരീരം, ഇതിനോട് മൂന്നിനോടും ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സമരത്തിലാണ് അവര്. ഹല്ലേലൂയ. ഇത് മൂന്നും ദൈവസഭയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത്? വിജയസഭ, സമരസഭ, സഹനസഭ. ഇത് തീർച്ചയാണ് മക്കളെ. ആരേതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നാലും അത് മുഴുവൻ ലോകത്തിനോട് മുഴുവൻ പറഞ്ഞു പരത്തി നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. കണ്ടതും തൊട്ടതുമാണ് നമ്മൾ ഈ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് സഭ ഈ പഠിപ്പിക്കുന്ന, എന്നാൽ ഒരു കാര്യം ചേച്ചി ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ ഒരു ഓണാഘോഷം എല്ലാ പള്ളികളിലും ഒക്കെ തെറ്റാണത്. ഒരു കാരണവശാലും അത് ചെയ്യാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. യേശു ഒരിക്കലും, നീ സഹോദരൻ എന്ന് വിളിക്കുന്നവൻ വിഗ്രഹാരാധകനാണെങ്കിൽ അവനിൽ നിന്നും വേറിട്ട് നിൽക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രകാശത്തിന് അന്ധകാരവുമായി എന്താണ് പൊതുവിലുള്ളത് എന്ന് കൊരിന്ത്യർ ലേഖനം 6:14-18 വരെ പറയുന്നു. ചെയ്യരുത്, പാപമാണത്. അതിന് നമ്മൾ ഞാൻ സഭയിലാണ്, സഭ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, അതുകൊണ്ട് കർത്താവ് എന്നോട് ക്ഷമിക്കും. ഒരിക്കലും കർത്താവ് ക്ഷമിക്കില്ല. ഞാൻ നിനക്കിത് വേണ്ടത് മൂലം ബൈബിൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചെയ്യരുതെന്നുള്ളത്. നീ എന്തിനാ ഇതിനെ ഫോളോ ചെയ്തു? കർത്താവ് നമ്മോട് ഒരു കരുണയും കാണിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ദർശനം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ദർശനം കിട്ടും, എപ്പോഴും കർത്താവ് ദർശനം തന്നുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. ഹെബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവനെപ്പോലെ നമ്മളും പോകണം. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ
തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. സഹിക്കണം. മരുമക്കളാവാം, മക്കളാവാം, മാക്സിമം എൻ്റെ കുട്ടികൾ സഹിക്കുക. എന്നെ വിളിക്കുന്നവർ മുഴുവനും അവർ ആഭിചാരം ചെയ്തവർ അതിനും ജയിച്ചത് ഇപ്പൊ പ്രാർത്ഥനകൾ മുഴുവൻ പറഞ്ഞു തന്നു. ആ ടോക്കുകളിൽ മുഴുവൻ പറയുന്നുണ്ട് പ്രാർത്ഥനകൾ. അതൊക്കെ അങ്ങോട്ട് ചൊല്ലുക. എപ്പോഴും ബൈബിൾ വായിച്ചും ജപമാല ചൊല്ലിയും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തും വിശുദ്ധരുടെ ലുത്തിനിയെ ചൊല്ലിയും ഈ ഓട്ടപ്പന്തയം പൂർത്തിയാക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഈ സ്തുതിയും ആരാധനയും നന്ദിയും പ്രാർത്ഥനയും നീക്കിക്കളയുക എന്നതായിരിക്കും സാത്താൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ സാത്താൻ ഓരോ വ്യക്തികളിലൂടെ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും. നമ്മൾ പിന്നെ ആ പ്രശ്നത്തിൻ്റെ പിന്നാലെ ഓടും. നമുക്ക് പ്രാർത്ഥിക്കാൻ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. സാത്താൻ കളിക്കുന്നൊരു കളിയാണ് ലോകം, ശരീരം, സാത്താൻ. ഇത് മൂന്നും നമ്മെ കറക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് പറയാണ്. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. കണ്ടുവോ? ഞാൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളതാണ്, ഈ ലോകത്തിൽ നമുക്ക് നേരിടാനുള്ളത് എപ്പോഴും അതെ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാട്ടോ. അതായത് 1 യോഹന്നാൻ 4:4 ഇതെൻ്റെ ചെവിയിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള വചന. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്. അവർ അങ്ങനെ 2 വിഭാഗം ഇവിടെ ഉണ്ടെന്ന് എല്ലാ ടോക്കിലും ഞാൻ പറയുന്നുണ്ട്. അവർ ലോകത്തിൻ്റെതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് വേർതിരിച്ചറിയാം. നമ്മളെ ദൈവം തൊട്ട് വേർതിരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ലോകം നമ്മെ അറിയില്ല, ലോകം നമ്മെ കേൾക്കില്ല. നമ്മുടെ മേലില്ലാത്ത കുറ്റങ്ങളും മുഴുവൻ കെട്ടിച്ചുമത്തും. ചിലപ്പോൾ മക്കളായിരിക്കും, ചിലപ്പോൾ മരുമക്കളായിരിക്കും. ആരിലൂടെയാണ് നമുക്ക് ഈ സഹനം വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോഴൊക്കെ മക്കളിലൂടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റീത്ത പുണ്യവതിയോടും മോനിക്ക പുണ്യവതിയോടും മാധ്യസ്ഥം ചോദിക്കാം. വിശുദ്ധ അഗസ്തീനോസിനോടും. നമുക്ക് മാതൃകകളാണ് അവർ. എത്രയോ വർഷമാണ് മോനിക്ക പുണ്യവതി വിശുദ്ധ അഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അമ്മയും മോനും വിശുദ്ധരായി. റീത്ത പുണ്യവതിയെക്കുറിച്ചും ആ ചരിത്രം മുഴുവൻ നമുക്കറിയാം. അതും ഇങ്ങനെ തന്നെ കുടുംബിനിയായിരുന്നു. വിശുദ്ധ മെറ്റിൽഡ കുടുംബിനിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് മാതൃകകളാണ്. പ്രിയമുള്ള മക്കളെ, 2-3 കാര്യങ്ങൾ ചേച്ചി ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അതായത്, വിവാഹം നടക്കുന്നില്ല എങ്കിൽ ജെറേമിയ 29:5-6 തിരുവാക്യങ്ങൾ, ഉൽപ്പത്തി 2:18, തോബിത്ത് 6:17, അതിൻ്റെ അനാദി എന്ന് മുതൽ പറഞ്ഞാൽ മതി. സങ്കീർത്തനം 127, 128 ചൊല്ലുക. അത് എല്ലാ ദിവസവും രാത്രി അതൊന്ന് എഴുതി വെക്കുക. ഒരു 53 പ്രാവശ്യം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. വിവാഹങ്ങൾ നടക്കട്ടെ. ഭവനമില്ലെങ്കിൽ ജോബിന്റെ പുസ്തകം 8:5, 6, 7. കടബാധ്യത കൊണ്ടും ജോലി ഇല്ലാണ്ടൊക്കെ വിഷമിക്കുകയാണെങ്കിൽ ഏശയ്യ 45:2-3 തിരുവാക്യങ്ങൾ പറയുക. തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകട്ടെ. ആഭിചാരം, ക്ഷുദ്രവിദ്യ ഇതിനെ കൊണ്ടൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ സങ്കീർത്തനം 13, 51, 123, 94, 6 ഇവ എഴുതി വെക്കുക. ആവർത്തിച്ച് പറഞ്ഞു നടക്കുക. എന്നിട്ട് പറയുക, കർത്താവേ, ഓരോ വചനവും വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനത്തിന്റെ ശക്തിയാൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന കഷ്ടങ്ങളും ക്ഷുദ്രങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ